make sure you are remain seated until the end of this journey. In case of any discomfort, remain seated and check with your scriptures until the turbulence of your mind gets settled. Mobile phones should now be switched to skip mode. Hope you will enjoy this and get a spark in your faith life. Once again, thank you all for your esteemed presence. Let's sit back and watch. Characters in Heroes of Faith are Father, Shania, Mother, Louise, son, Jepson, daughters, Edna and Jafia, sisters in church, Diana and Erin, pastor, Rufus. Heroes of Faith characters are Joanna, Aksa, Babina, Nisi, Hepsi, Ritik, and Nathan. Let's sit back and enjoy. എടി ലിസിയെ, കാപ്പിയൊന്നും ആയില്ലേ? എന്നാ പിന്നെ ഇച്ചു നേരം പത്രം വായിക്കാം. രൂപയുടെ വില ഇടിഞ്ഞിങ്ങനെ പോയാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കഷ്ടം. മമ്മി ആരാണോ മാത്സ് പഠിപ്പിച്ച്? എടി, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒന്നുമല്ലെങ്കിൽ നിന്നെയൊക്കെ വളർത്താനുള്ള ബുദ്ധി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ രാവിലെ തന്നെ ഇവിടെ അടി തുടങ്ങിയോ? കൂൾ ഡൗൺ. റുപ്പി ഡിക്ലൈൻസ് മീൻസ് എവറിത്തിങ് വിൽ ബി മോർ എക്സ്പെൻസീവ്. ഇസ്ന്റ് ദാറ്റ് റൈറ്റ് ഡാഡ്? ആ, ഇവിടുത്തെ മൂത്ത പുത്രൻ എന്തിയേ? ഓ, ദാ വരുന്നു ഒരു കാശിനും കൊള്ളാത്തവൻ. ഏത് സമയം ചെവിയിൽ ഒരു സാധനം വെച്ച് ഇരിപ്പ. രാവിലെ തന്നെ അങ്ങ് തുടങ്ങും ഏതോ കറമ്പന്റെ പാട്ട്. ചോദിക്കുമ്പോ പപ്പ ഇറ്റ്സ് ട്രാവിസ്. ട്രാവിസോ? അതെന്തുവാ? അതൊന്നും എന്നോട് ചോദിക്കണ്ട. Bro, seriously? Unbelievable. അവന്റെ ഒരു ബ്രോ. ഇവിടുത്തെ ഒരുത്തൻ ബൈബിൾ തുറന്നിട്ട് കാലങ്ങളായി. Dad, can you stop comparing me with others? മതി മതി, ഇന്ന് ഉപവാസ പ്രാർത്ഥന ഉള്ളതാ. പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഈ ഫോൺ, റീൽസ്, ഇൻസ്റ്റാബന്ധനൊക്കെ നയിപ്പിക്കണം. ഇതിപ്പം മമ്മി സമയം 9:30 ആവാറായി. ഇറങ്ങണ്ടേ? ദാ ഞാൻ ഇറങ്ങുവാ. Curtain close, scene 2. Sisters assemble after fasting prayer. ഇന്ന് കാപ്പി അടിപൊളിയായിരുന്നല്ലോ. സ്നാക്സ് ഒന്നും ഇല്ലേ? ആ, അത് കൊള്ളാം. ശരിയാ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉപവാസമൊക്കെ നടക്കുന്നത് നമ്മുടെ അപ്പച്ചന്മാരായിരുന്നു. അവര് വിശ്വാസത്യാഗം ചെയ്തോണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ഇനിയിപ്പൊ നമ്മൾ എന്തോത്തിനാ ഫാസ്റ്റിംഗ് എടുക്കുന്നേ? ഹലോ മക്കളെ, സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ എന്താ കാര്യമായി ഫോണിൽ? ആന്റി, ഇന്നത്തെ ലൈവ് ഞങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു. അതെ അതെ, കാലം മാറിയപ്പോൾ ഇപ്പൊ മനസമാധാനത്തോടെ ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാ. ഏത് സമയവും ക്യാമറ പിടിച്ചിരിക്കേണ്ട ഗതികേടായി ഇപ്പൊ. അതെ അതെ, ആരാധനയൊക്കെ ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ പോലെ ആയിട്ടുണ്ട്. അതാ, ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കും ഇപ്പൊ ആഘോഷങ്ങളൊക്കെയാ. ദർശനം നഷ്ടപ്പെട്ടവർ സഭകളിൽ കടന്നുകൂടുമ്പോൾ പിതാക്കന്മാർ വേണ്ട എന്ന് വെച്ച് എത്രയോ കാര്യങ്ങൾ ഇപ്പൊ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർശനം നഷ്ടപ്പെട്ടവരെ നാം നോക്കണ്ട. ക്രിസ്തുവായിട്ട് നമ്മുടെ റോൾ മോഡൽ. അതുകൊണ്ട് 1000 അല്ല 2000 പേർക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പ്രൈസിനോട് അച്ചായ, കഴിഞ്ഞ ആഴ്ച മോനെ ഒന്നും കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട പാസ്റ്ററെ, അവനിപ്പോ പഴയ ആളൊന്നും അല്ല. ബൈബിള് തുറന്നിട്ട കാലങ്ങളായി. പാസ്റ്റർ ഒന്ന് അവനോട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ആ, ഞാൻ സംസാരിക്കാം. മോനെ ജോൺ, ഇരുന്നാട്ടെ. മോനെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്കതിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. Pastor, I have a lot of stuff to complete, which is why I'm using my phone or laptop. My parents always complain that I'm not praying. But you know, I have never seen my parents reading the Bible or praying except on Sundays. Since years,
I have not had a family prayer at home. I really feel isolated and my faith has weakened due to their criticism. മോനെ ജോൺ, ഐ അണ്ടർസ്റ്റാൻഡ് യു. നിന്നെ പോലുള്ള എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ വിശ്വാസം ക്ഷീണിക്കാൻ പാടില്ല. ഇന്നു മുതൽ ജോൺ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഫാമിലി പ്രെയർ സ്റ്റാർട്ട് ചെയ്യണം. Yes, Pastor. പിന്നെ ജോൺ അറിയേണ്ട വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. ആദ്യം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടല്ല, മറിച്ച് അത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ്. 2 തിമോത്തിയോസ് 4:12 എന്താണ് പറയുന്നത്? ലെറ്റ് നോ വൺ ഡിസ്പൈസ് യുവർ യൂത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? യു ആർ അലൗഡ് ടു ചൂസ് ഗോഡ് ഈവൻ ഇഫ് യുവർ ഫ്രണ്ട്സ് ഓർ പേരൻസ് ഓർ എനിവൺ എൽസ് ഡസ് നോട്ട്. മൂന്നാമതായിട്ട്, ആരും പെർഫെക്റ്റ് അല്ല. നോ വൺ ഈസ് പെർഫെക്റ്റ്. അതുകൊണ്ട് ക്രിസ്തു ആകട്ടെ നമ്മുടെ മാതൃകാ പുരുഷൻ. സോ ട്രൈ ടു ലേൺ ഫ്രം സ്ക്രിപ്റ്റേഴ്സ്, നോട്ട് ജസ്റ്റ് ഫ്രം പീപ്പിൾ. Yes, Pastor. അവസാനമായി എനിക്ക് ജോണിനോട് പറയാനുള്ളത്, നമ്മുടെ എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരെ പറ്റി വായിച്ചിട്ടില്ലേ? Yes, Pastor. അവരെങ്ങനെയാണ് വിശ്വാസം കാത്തത്? എന്നാൽ ആ കാഴ്ച നമുക്കൊന്ന് കാണാം. Now, the last scene. Here comes the heroes of faith. The first martyr in the Bible, Abel. Let's hear from Abel. മാന്യ സദസ്സിൽ വന്ന് നിങ്ങളെ ഒന്ന് കാണുവാൻ പറ്റിയല്ലോ. ഞാനൊരു പാവം മാട്ടിയിടയനാണ്. ഞാനൊരു പ്രസംഗവും നടത്തിയിട്ടില്ല. പക്ഷേ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നു. ഞാനൊരു അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിച്ചു. എന്നാൽ എൻ്റെ സഹോദരൻ അതിഷ്ടമായില്ലെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ പിന്നെ ഒരിക്കൽ വരാം. The second hero of faith is the man who walked with God for 300 years. Let's hear from Enoch. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 365 വർഷം ജീവിച്ചിരുന്നെങ്കിലും ഞാനൊരു 365 വർഷം ജീവിച്ചിരുന്നെങ്കിലും ഒരു യാത്രയിപ്പൊന്നും കിട്ടാതെ പോയതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ വന്നിരിക്കുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അനുസരണയിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ജീവിച്ചാൽ നിങ്ങൾക്കും മരണം കാണാതെ പോകാം. അയ്യോ, കുടുംബമൊക്കെ ഉള്ളവരാന്ന് പറയരുതേ. എനിക്കുമുണ്ടായിരുന്നു കുടുംബം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരു നല്ല ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈനോക്ക്. Let us meet a man who blindly believed the God and preached the word of God for 120 years. Dear all, I am the one who blindly believed in God when I myself had not experienced rain. You know how much I was mocked by the people, but I trusted in God and made the ark for an unseen flood. And in the midst of all rejections, I preached the message of repentance, not for 1 year or 2 years, but for 120 long years. I trusted in God's warnings, despite lacking prior experiences, and acted diligently. And I was the first shipbuilder without having any skill or labor, but acted to the divine calling. So, my dear friends, do not ignore God's warnings, but trust Him completely. Just as how my family was saved, so would you be saved. I am your great-grandfather, Noah. Next comes our old grandmother and mother of our faith, Sarah. I hope you remember the old lady who prepared a grand feast for the 3 angels. It's normal to laugh at something that doesn't make sense, right? I laughed too. But God makes the impossible possible. He gave us a baby boy in our old age. I waited a long time. God tested my patience too, but I trusted in Him. My one humble advice is that no matter how many years you have to pray, always trust in God's timing and never question God. If God willing, I will meet you next year. Your grandma,
Sarah. Next, we see the man who obeyed God, the father of all believers, Abraham. Praise the Lord. I am the father of all believers. Myself, Abraham, and my wife, Sarah, waited for many years for a child. When I was old, God gave us a son, Isaac. We loved him dearly, but God tested us. God asked me to go to the mountains and offer my son Isaac as a sacrifice to him. I didn't understand why, but I trusted my God completely. I cut wood, saddled the donkey, and traveled for 3 days across the valley. There I saw a mountain. I put the wood down, made my son lie down, and was about to sacrifice him when I heard a voice from heaven. Abraham, Abraham, don't harm the child. I looked around and saw a ram tied up. God spared my son. That day, God promised me that he would make my descendants as stars in the sky. And that day onwards, I was called the father of all believers. I hope to see you all again next time. Now comes the mighty warrior, the one who conquered the promised land, Joshua. Hi, I'm the warrior who led the Israelites to the promised land after the leadership of Moses. I led them to the promised land. As you all know, the fall of Jericho wall happened during my leadership. As I declared, me and my family shall always serve the Lord. From my life experience, I can say victory comes only from God, not by any human strength. So trust God in all situations. So guess who am I? Me, Joshua. Finally, let us meet a man of God's own art, the man decided by the God, King David. Hello, everyone. My name is David, and my faith was known for its unwavering trust in God's power. I was the youngest of my brothers. I used to take care of the sheep in the fields. I never thought that I would become the king of Israel or fight the giant Goliath, but I humbled myself before God, and He helped me achieve my victories. Do you think my life was easy? No, of course not. But as Philippians 4:13 says, for I can do all things through Christ who strengthens me. So, everyone, if you want God to lift you up, I urge you, learn from my life. As I surrendered my possessions, problems, and titles unto God, you also surrender everything you have unto Him, and He will lift you up. May God bless you all. Thank you. വിശ്വാസനാടെ നോക്കി ഓട്ടമോടുക വേഗമോടിടാ നാം വേഗമോടിടാ വിശ്വാസനാടെ നോക്കി വേഗമോടിടാ വേഗമോടിടാം നാം വേഗമോടിടാ